ആഴിയിൻ ആഴങ്ങളിൽ തിരമാലകൾക്കപ്പുറത്ത് ജീവിത പ്രതിസന്ധികളെ നേരിടുവാൻ മത്സ്യബന്ധനം തൊഴിലായി സ്വീകരിച്ചവരുടെ ആത്മീയ അനുഭവങ്ങളിലൂടെയുള്ള യാത്ര. ആഴിയിൻ ആഴങ്ങളിൽ. ഇത് അലക്സാണ്ടർ കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര സ്വദേശിയാണ്. കടലിലുണ്ടായ നിരവധി ദുരന്തങ്ങളിൽ നിന്ന് ദൈവകൃപ കൊണ്ട് രക്ഷപ്പെട്ട ഇദ്ദേഹം നല്ലൊരു വിശ്വാസിയാണ്. ആത്മീയത മുറുകെ പിടിച്ചുള്ള ജീവിതവും മത്സ്യബന്ധനത്തിനിടയിൽ പോലും ദൈവകാര്യങ്ങളിലുള്ള താല്പര്യവും അലക്സാണ്ടറിനെ ദൈവത്തോട് കൂടുതൽ അടുപ്പിച്ചു. ആഴിയിൻ ആഴങ്ങളിലൂടെ മനസ്സ് തുറക്കുകയാണ് അലക്സാണ്ടർ. നമസ്കാരം, എൻ്റെ പേര് അലക്സാണ്ടർ എന്നാണ്. ഞാൻ ശക്തികുളങ്ങര ജനിച്ചു വളർന്ന് 55 കൊല്ലം കൊണ്ട് മത്സ്യബന്ധനത്തിനാണ്. പരമ്പരാഗത മത്സ്യബന്ധനമായിരുന്നു ആദ്യം. അതായത് ഇഞ്ചൻ വെച്ച് പ്രവർത്തിക്കാത്ത വള്ളമായിരുന്നു. അതിൽ പ്രവർത്തിച്ചു. അതിലൊന്നും മേൽക്കാറ്റും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബോട്ടിൽ കുറച്ച് നാൾ ഒരു 8-10 വർഷം ബോട്ടിൽ പോയി. ഡാനിയൽ എന്നാണ് പേര്. എൻ്റെ പപ്പ ശക്തികുളങ്ങര ജനിച്ചു വളർന്ന ആൾ തന്നെ. എൻ്റെ പപ്പയാണ് എന്നെ മത്സ്യബന്ധനം പഠിപ്പിച്ചത്. ആ പപ്പായി ഞാനും കൂടി 50-55 വർഷം മത്സ്യബന്ധനത്തിന് പോയി. അങ്ങനെ 10 മക്കളുണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ. ആ 10 മക്കളെയും ഞങ്ങൾ കെട്ടിച്ചു. അവരെ ഇങ്ങനെ സാമ്പത്തികമൊന്നുമില്ല എങ്കിൽ തന്നെയും സാമാന്യം എല്ലാത്തിനും കഴിഞ്ഞു കൂടുന്നു. അവന് ഈ മത്സ്യബന്ധനത്തിൽ പോയ കൂട്ടത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തിയ ഒരാൾ കൂടെയാണ് ഞാൻ. കാരണം ഈ ബോട്ടുകളൊക്കെ താമസിക്കുമ്പോൾ ഞങ്ങളുടെ മുറ്റത്താണ് ഈ ബോട്ടുകളൊക്കെ മറിയുന്നത്. ആ മറിഞ്ഞ് കയറുമ്പോൾ നീന്തി വരുന്ന ആൾക്കാരെയൊക്കെ ഞാൻ ഒരുപാട് പേരെ രക്ഷപ്പെടുത്തി. വീട്ടിൽ നിന്ന് നമ്മൾ മത്സ്യബന്ധനത്തിനായിട്ട് പോകുമ്പോൾ നമ്മൾ ദൈവത്തിനെ തൊഴുതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് മുമ്പായിട്ടും വലയിടുന്നതിന് മുമ്പായിട്ടും എല്ലാം നമ്മൾ ദൈവമേ നമുക്ക് മത്സ്യം ഒരുപാട് ധാരാളമായി തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഈ വല ഇളക്കുന്നത് തന്നെ. വല പിടിക്കുമ്പോഴും അത് തിരിച്ച് കര വരുന്നവരെയും ദൈവത്തിൻ്റെ തേടി തന്നെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലാണ് നമ്മൾ കര വരുന്നത്. കാരണം തിരിച്ചു വരും എന്നുള്ള ഉറപ്പിലല്ല നമ്മൾ പോകുന്നത്. അത്രയും വലിയ തിരമാലകൾ ഉള്ള സമയത്തും ഞങ്ങൾ പോകുന്നുണ്ട്. എനിക്ക് മത്സ്യബന്ധനത്തിൽ പോയ കൂട്ടത്തിൽ ഒരു അപകടത്തിൽ വോക്കി എന്ന് പറഞ്ഞാൽ വോക്കി എന്നാണ് പറയുന്നത്. ആ മത്സ്യബന്ധനത്തിൽ ശക്തികുളങ്ങര ഹാർബറിൽ നിന്ന് പോയ ബോട്ടായിരുന്നു. ആ ബോട്ട് തിരിച്ച് കയറാൻ പറ്റാതെ കായംകുളം ഹാർബറിലാണ് ഞങ്ങൾക്ക് പിടിക്കേണ്ടി വന്നത്. കാരണം ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ആയിരക്കണക്കിന് ബോട്ടുകളും ആയിരക്കണക്കിന് വള്ളങ്ങളും എത്ര ആൾ പോയിട്ടുണ്ടെന്ന് പോലും ഒരു കണക്കില്ലാത്തൊരു ദുരന്തമായിരുന്നു. അതിന് വളരെയധികം പ്രയാസപ്പെട്ട് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒന്ന് ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ഹാർബറിൻ്റെ ശക്തികുളങ്ങര ഹാർബറിൽ നിന്ന് പോയ ബോട്ട് കായംകുളത്താണ് കയറുന്നത്. ആ കായംകുളത്ത് കയറുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ തിരിച്ച് അവിടെ എത്തുമെന്നുള്ള ഒരു ഉറപ്പുമില്ലായിരുന്നു. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ ഒരൊറ്റ അനുഗ്രഹം, ദൈവത്തിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കൊരാപത്തും കൂടാതെ ഞങ്ങൾ 5 പേരെയും ബോട്ടുമായിട്ട് അവിടെ കരയ്ക്ക് കയറ്റാൻ പറ്റി. കരയ്ക്ക് കയറ്റാൻ പറ്റിയെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് വരാനൊക്കാത്തൊരു സാഹചര്യമാണ്. കാരണം നമ്മൾ ഡ്രസ്സുകളോ മറ്റൊന്നും കൊണ്ടുപോലെ എല്ലാം നനഞ്ഞ് എല്ലാം കുളിച്ച് എല്ലാവരും വിറച്ചിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുന്നവരെ ഞങ്ങൾ ആ നനഞ്ഞ വേഷത്തിൽ തന്നെ ബോട്ടിൽ കഴിഞ്ഞു കൂടുകയും ആഹാരം പോലും ഇല്ലാതെ അവിടെ കായംകുളം ഹാർബർ എന്ന് വെച്ചാൽ അവിടെ ആഹാരമൊന്നും കിട്ടുന്നൊരു സ്ഥലമല്ലായിരുന്നു. അങ്ങനെ ഒരു ദുനിയാവിലാണ് ഞങ്ങൾ ബോട്ട് പിടിച്ചത്. ആ ദുനിയാവിൽ കിടന്ന് ഞങ്ങൾ കൊതുകടി കൊണ്ട് അവിടെ പിറ്റേന്ന് സൂര്യൻ ഉദിക്കുന്നവരെ ഞങ്ങൾ പെട്ട പാടിനെ പറ്റി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ ഈ അപകടത്തിൽ രക്ഷപ്പെടും എന്നുള്ള ഒരു എല്ലാം പുണ്യാളൻ. ഞങ്ങളുടെ ഇവിടെ പുണ്യാളൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ജോൺപുട്ട പുണ്യാളനാണ്. ഞങ്ങളുടെ ശക്തികുളങ്ങര പള്ളിയിൽ ഇരിക്കുന്ന പുണ്യാളൻ എല്ലാവരെയും നമ്മൾ കരയ്ക്ക് എത്തിച്ചു. ആ കരയ്ക്ക് എത്തിച്ചതിനോടൊപ്പം പരസ്പരം കരയ്ക്ക് എത്തുന്നതിന് മുമ്പായിട്ട് പരസ്പരം എല്ലാ ഈ പോസ്റ്റുകളിൽ പിടിച്ചു നിന്ന് നിലവിളിക്കുകയാണ്. കാരണം ബോട്ട് റോൾ ചെയ്യുന്ന കാരണം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനൊക്കുന്നില്ല. ആഹാരം കഴിച്ചില്ല. അന്ന് ഫുള്ളായിട്ട് ആഹാരം കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ കരയെത്തുമെന്നുള്ള ഒരു ധാരണയില്ലായിരുന്നു. എല്ലാം ഞങ്ങളുടെ ശക്തികുളങ്ങരയിലിരിക്കുന്ന പുണ്യാളൻ്റെ ഒരൊറ്റ അനുഗ്രഹം, ജോൺപുട്ട എന്ന് പറഞ്ഞ പുണ്യാളനാണ് ഞങ്ങളെല്ലാവരും രക്ഷപ്പെടുത്തിയത്. ഈ നാട്ടിൽ വലിയ ആപത്തുകളുണ്ട്. പക്ഷേ അപൂർവമായിട്ടുള്ള ആൾക്കാരെ ഈ പുണ്യാളൻ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളൂ. അന്ന് ഏറ്റവും വലിയ ഈ ദുരന്തമുണ്ടായ സമയത്തും ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. ശക്തികുളങ്ങരയിൽ നിന്ന് 2 ആളുകൾ മാത്രമാണ് പോയത്.
അത് ഒരാൾ ഹിന്ദു, ഒരാൾ ക്രിസ്ത്യാനും. അല്ലാതെ വേറെ ഒരൊറ്റ മനുഷ്യൻ ഈ അപകടത്തിൽ മരിച്ചില്ല. സുനാമി എന്ന് പറഞ്ഞൊരു ദുരന്തം ഉണ്ടായപ്പോഴത്തേക്ക് ഞങ്ങൾ മത്സ്യബന്ധനത്തിന് പോയിക്കൊണ്ടൊക്കെ ഇരുന്ന സമയത്ത് വന്നതിന് ശേഷം എല്ലാം അവിടെ വെള്ളമെല്ലാം പൊങ്ങി, കടലെല്ലാം കയറി, ആൾക്കാരെ എല്ലാം രക്ഷപ്പെടുത്തി. അവിടെ കരയ്ക്കുണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി. ഇങ്ങനെ നിന്ന് സുനാമിക്ക് ലാസ്റ്റ് കടലിൽ നിന്നൊരു മത്സ്യത്തൊഴിലാളി ഇങ്ങനെ നീന്തി വരുന്നതായിട്ട് കണ്ട്. അയാൾ വേറൊരു മത്സ്യത്തൊഴിലാളിയുടെ തോളയിലിട്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ വളരെയധികം ക്ഷീണിച്ച് കുഴഞ്ഞ് വരികയാണ്. അപ്പോൾ ഞാനും ഞങ്ങളുടെ അടുത്തുള്ളൊരു പയ്യൻ, വില്യൻ എന്ന് പറഞ്ഞൊരു പയ്യൻ, എൻ്റെ പേര് അലക്സാണ്ടർ, ആ പയ്യൻ്റെ പേര് വില്യൻ. അയാളൊന്നില്ല, അയാൾ നമ്മൾ വിട്ടുപോയി. പക്ഷേ ആ പയ്യനുമായിട്ട് ഞങ്ങൾ റോപ്പ് എടുത്ത് വേണ്ട ഒരു 2 കിലോമീറ്ററോളം നീന്തി ഈ ആൾക്കാരെ ഞങ്ങൾ രക്ഷപ്പെടുത്തി. അതിനിവിടുന്ന് ഞങ്ങൾക്ക് ശ്രീ ശക്തിയുള്ളവരുടെ ഒരു അവാർഡൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ ആളാണ്. അങ്ങനെ ഒരുപാട് ഈ രണ്ടാമത്തെ ദുരന്തത്തിലും ദൈവം നമ്മളെ ഒരുപാട് രക്ഷപ്പെടുത്തി. സുനാമി പറഞ്ഞ ആ വിപത്ത് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും മിക്കവാറും ആൾക്കാരൊക്കെ കരയ്ക്കുണ്ടായിരുന്നൊരു ദിവസമാണ്. അത് വന്ന് ഇങ്ങനെ ഞങ്ങളുടെ ശക്തിയുള്ളവരിലെ ഒരേ ഒരാൾ മാത്രമേ നഷ്ടപ്പെടുള്ളൂ, അതായത് ഒരു സ്ത്രീ. ആ സ്ത്രീ നഷ്ടപ്പെടാനും കാരണം ആ സ്ത്രീയുടെ ഭർത്താവിനെ തേടി ഓടിയപ്പോഴാണ് കടൽ ഉള്ളോട്ട് വലിഞ്ഞ്, ആ ഉള്ളോട്ട് വലിഞ്ഞ കടൽ തിരിച്ച് ഒരു തെങ്ങിൻ്റെ ഉയരത്തിൽ, നല്ലൊരു തെങ്ങിൻ്റെ ഉയരത്തിലാണ് പിന്നെ തിരമാല വരുന്നത്. അവർ ഓടി രക്ഷപ്പെടാൻ, മരിച്ചുപോയ സ്ത്രീ ഓടി രക്ഷപ്പെടാൻ നോക്കിയിട്ട് പറ്റിയില്ല. അവരുടെ മുമ്പ് തിരമാല ഓടിക്കയറി അവരെ മറിച്ചിട്ട് ജീവനം നഷ്ടപ്പെട്ടു. അല്ല, ഈ ശക്തികുളങ്ങര ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ടും ആ ഒരു സ്ത്രീയെ മാത്രമാണ് വിട്ടത്. കാരണം ഞങ്ങൾ അനിയൻ ചേട്ടന്മാർ, എനിക്ക് 10 പേരാണ്. ഈ 10 പേരിൽ ഞങ്ങൾ 3 അനിയൻ ചേട്ടന്മാർ ഈ ശക്തികുളങ്ങര പഞ്ചായത്ത് മൊത്തം തെക്ക് വടക്ക് ഓടി എല്ലാവരെയും ഞങ്ങൾ മാറിക്കൊള്ളാൻ പറഞ്ഞ എന്തോ വിപത്ത് വരാൻ പോകുന്നു. അങ്ങനെ 3-ാം പ്രാവശ്യം ഇങ്ങനെ കടൽ ഉള്ളോട്ട് വലിഞ്ഞ് 4-ാമത്തെ പ്രാവശ്യം കടൽ കയറി വരുന്ന ഒരു രംഗമാണ്. അത് ആർക്കും രക്ഷപ്പെടാനൊക്കാത്തൊരു രംഗമാണ്. എനിക്ക് ഈ വെള്ളത്തിൽ നല്ല നീന്താനുള്ള നല്ല പരിചയം എനിക്കുള്ളതിൻ്റെ പുറത്ത് ഞാൻ മാത്രം അവിടെ നിന്നു. ഈ സംഭവ സമയത്ത് ഞാൻ മാത്രമേ അവിടെ ഉള്ളൂ. ഒരു 2-3 കിലോമീറ്റർ കിഴക്ക് മാറിയാണ് ബാക്കി ആൾക്കാരെ, എൻ്റെ ഭാര്യ ഉൾപ്പെടെ നിൽക്കുന്നത്. അങ്ങനെ ആ വിപത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു. ശക്തികുളങ്ങര ആ ജോൺ ബ്രിട്ടോ പുണ്യാളുടെ ദേവാലയം നിൽക്കുന്നത് ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ലാത്ത സ്ഥലത്താണ്, അത്ര തീരത്താണ് നിൽക്കുന്നത്. അവിടുന്ന് ആ പുണ്യാളൻ്റെ അനുഗ്രഹത്തിൽ അവിടുന്ന് കടൽ വന്നപ്പോഴത്തേക്ക് ആ കടൽ 2ആയിട്ട് പിളർക്കുകയും ആ പിളർന്ന് അങ്ങ് തോട്ടിലോട്ട് കടൽ പോവുകയല്ലാതെ ആ പള്ളിക്കോ ആ ദേവാലയത്തിനോ ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല. കാരണം അത്ര ശക്തവാനായ ഒരാളാണ് ജോൺ ബ്രിട്ടോ പുണ്യാളൻ. ആ പുണ്യാളൻ്റെ അനുഗ്രഹത്തിൽ ഈ ശക്തിയുള്ളവരിൽ നിന്ന് വന്ന ആ പ്രദേശത്തെ തീരത്തോട് അങ്ങ് വടക്കോട്ട് പോയി ചെറിയടിക്ക ആലപ്പാടി ഭാഗത്ത് നിന്ന് ഒരുപാട് ജീവനുകൾ, കരയിരുന്ന ആൾക്കാരുടെ ജീവനുകൾ എടുത്തുകൊണ്ട് പോയി. പക്ഷേ ഈ നാട്ടിൽ, ഞങ്ങളുടെ ശക്തികുളങ്ങര എന്ന് പറഞ്ഞ നാട്ടിൽ ഒരേ ഒരാൾ മാത്രമാണ് മരിച്ചത്. അത് മരിക്കാനും കാരണം ഈ പ്രായമുള്ള അപ്പൂപ്പനെ തിരക്കി അമ്മൂമ്മ ഓടി ചെന്നപ്പോഴാണ് ആ അമ്മൂമ്മയ്ക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ ഒരേ ഒരു മരണം മാത്രമേ ശക്തികുളങ്ങര പഞ്ചായത്തിലുണ്ടായിട്ടുള്ളൂ. അങ്ങനെ ചെറിയടിക്ക ഭാഗത്ത് നിന്ന് അനവധി ആൾക്കാർ, ഒരുപാടെന്ന് വെച്ചാൽ എണ്ണാൻ തീരാത്ത ആൾക്കാർ അവിടെ പോയി മരിച്ചു. പുണ്യാളുടെ അനുഗ്രഹത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്ന് പോന്നു. ഭയങ്കര തിരമാലയുള്ള സമയത്ത് നമ്മൾ ജോലിക്ക് പോന്നു. ആ പുണ്യാളെന്നെ വിളിച്ചുകൊണ്ട് പോയാൽ പുണ്യാളൻ നമ്മുടെ നേരെ വരുന്ന തിരമാലകൾ ശാന്തമായി നമുക്ക് വന്ന് ഇതുവരെ ഈ എൻ്റെ പ്രായത്തിൽ എനിക്ക് 71 വയസ്സ് പ്രായമുണ്ട്. 55 വയസ്സ് കൊണ്ട് മത്സ്യം പിടിക്കാൻ തുടങ്ങിയ 71 വയസ്സ് പ്രായം ഇപ്പോൾ നിലവിലുണ്ട്. ഇതുവരെ ആ പുണ്യാളുടെ നാമധേയത്തിൽ നമുക്ക് യാതൊരു വിധമായ ആപത്തുകളും പുണ്യാളൻ ഇതുവരുണ്ടാക്കിയിട്ടില്ല. എല്ലാ ദുരന്തങ്ങളിലും ഈ 3 ദുരന്തങ്ങളിൽ ഏർപ്പെട്ടൊരു മനുഷ്യനാണ് ഞാൻ. കളവ് പറയല്ല, ഈ ശക്തിയുള്ളവരുള്ള ഏത് മനുഷ്യനും അറിയാം. എനിക്ക് ഞങ്ങളുടെ ശക്തിയുള്ളവരുടെ പള്ളിയിൽ വെച്ച് അതേ പൊന്നാട അണിയിച്ചു കാര്യങ്ങളൊക്കെ തന്നിട്ട് ഇപ്പോൾ ഒരു 4 വർഷമാകത്തുള്ളൂ. 3-ാമത്തെ ദുരന്തത്തിലും ഏർപ്പെട്ട ആളാണ് ഞാൻ. കാരണം അന്ന് രാവിലെ വെളുപ്പിലെ 5 മണിക്ക് ഞങ്ങൾ ബോട്ടിൽ പോന്നു. ആ ബോട്ടിൽ പോകുമ്പോൾ വളരെ ശാന്തമായി കിടക്കുന്നതാണ്. അതായത് യാതൊരു വിധമായ തിരമാലയും ഇല്ല, ഒരു അന്തരീക്ഷത്തിൻ്റെ യാതൊരു വിധ വ്യത്യാസവും, മഴയില്ല, കാറ്റില്ല. എന്നാൽ ഒരു വലയൊക്കെ ഇട്ട് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയ കാറ്റ് ഇങ്ങനെ വരാൻ തുടങ്ങി. ആ കാറ്റ് വന്ന് ആ കാറ്റ് അല്പ സമയം കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് കൂടി കിലോമീറ്റർ പറയാനൊക്കാത്ത രീതിയിലുള്ള കാറ്റ് അനുഭവപ്പെട്ടു. അന്ന് ആയിരക്കണക്കിന് ബോട്ടുകൾ താന്നു, ആയിരക്കണക്കിന് വെള്ളം താന്ന്, ഇതെല്ലാം ഇവിടെ ഉണ്ടായി. പക്ഷേ ശക്തിയുള്ളവരിലുള്ള ഒരേ ഒരാൾ മാത്രമാണ് അതിൽ ഭരിച്ചിട്ടുള്ളത്. അനവധി എത്ര ബോട്ട് പോയെന്നും എത്ര ആൾക്കാർ പോയെന്നും ആ ദുരന്തത്തിൽ അറിയില്ല. അന്ന് ആ ദുരന്തം കഴിഞ്ഞ്
ഞാൻ വീട്ടിൽ വന്ന് കുളിക്കാനായിട്ട് എണ്ണയൊക്കെ എടുത്തിട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ അടുത്ത അയലത്തുള്ള പയ്യൻ പറഞ്ഞു അങ്ങനെ ആൾക്കാർ നീന്തി വരുന്നു. ആ നീന്തി വരുന്ന ആൾക്കാർക്ക് ഞങ്ങൾ പറഞ്ഞ വില്യനെന്ന് പറഞ്ഞ പയ്യനും ഞാനും കൂടി ഇറങ്ങി റോപ്പ് കൊണ്ട് കെട്ടി ഈ ആളിനെ വലിച്ച് കരക്കി കയറ്റി ആ ആളിന് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്തു. അവർക്ക് വസ്ത്രങ്ങൾ കൊടുത്തു. വസ്ത്രമൊന്നുമില്ലായിരുന്നു. വസ്ത്രങ്ങളെല്ലാം കൊടുത്തു. അവർ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പിന്നെ വസ്ത്രങ്ങളെല്ലാം കൊടുത്ത് തരാനായിട്ട് വന്നത്. ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞങ്ങൾ ഈ ദുരന്തത്തിൽ പെട്ടവരാണ് ഞാനും, അതുകൊണ്ട് ഞങ്ങൾക്ക് വസ്ത്രമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ചെറുപ്പം മുതലേ നമ്മൾ ക്രിസ്ത്യാനികളായതിൻ്റെ വലിയ ഞങ്ങൾ എല്ലാ ഇടദിവസങ്ങളൊന്നും പള്ളിയിൽ പോകാൻ പറ്റില്ല. പറ്റാത്തതുകൊണ്ട് ഞായറാഴ്ച നമ്മൾ മുടങ്ങാതെ പള്ളിയിൽ പോയിരിക്കും. അത് എൻ്റെ അപ്പൻ്റെ കാലം മുതലേ ഒരു 3 തലമുറയ്ക്ക് മുന്നായിട്ടുള്ള ഒരു ശീലമാണ് ഞങ്ങൾക്ക്. ഞായറാഴ്ച ഒരു പൂജ ഞങ്ങൾ ഇതുവരെ മുടങ്ങിയായിട്ട് എനിക്കറിയില്ല. അഥവാ ഒരു ഞായറാഴ്ച പൂജ ഞങ്ങൾ മുടങ്ങി. കാരണം എനിക്ക് എന്തോന്നോ പനി വന്നപ്പോഴത്തേക്ക് മാത്രം ഒരു ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ഈ 71 പ്രായത്തിനിടയിൽ ഇതുവരെ പള്ളിയിൽ പോകാതിരുന്നിട്ടില്ല. പള്ളിയിൽ പോകാത്തവരെ ഞാൻ കുറ്റം പറയത്തുള്ളൂ. ഈ ഇവിടെ ശക്തിയുള്ളവരെ ഇവിടെ നിന്ന് വന്ന ഒരുപാട് ആൾക്കാർ പള്ളിയിൽ പോകാത്ത ആൾക്കാരുണ്ട്. അവരെല്ലാം നടന്ന് നമ്മൾ നിയന്ത്രിക്കും. പിന്നെ പള്ളിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സംഘടനകളിലും എൻ്റെ പേരും പ്രസിദ്ധിയുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് വെച്ചാൽ ഒരുപാട് ധാരാളം 100% ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലാണ് ഞാൻ എൻ്റെ ജീവൻ പോലും ഇന്ന് ഉള്ളത്. കാരണം അനവധി ഈ 3 ദുരന്തം ഈ നാട്ടിലുണ്ടായ 3 ദുരന്തത്തിലും പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ. ആ 3 ദുരന്തത്തിലും ദൈവം നമ്മളെ യാതൊരു മുള്ളൽ പോലും പറ്റിക്കാതെ കരയ്ക്കെത്തിക്കുകയും എല്ലാ കാര്യങ്ങളും സുരക്ഷിതമായിട്ട് നമ്മളെ കൈപിടിച്ച് കൊണ്ട് നടത്തുന്നുണ്ടൊക്കെ കരയ്ക്കിറക്കുകയും ചെയ്തൊരു പുണ്യാളാണ് ഞങ്ങളുടെ പുണ്യാളൻ. പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞാൻ ഒരു 45 വയസ്സുവരെ വലിയൊരു മുഴുക്കുടിയനായിരുന്നു. ആ മുഴുക്കുടിയൻ വീട്ടിലെ ഭാര്യയുടെയും മറ്റു സഹോദരങ്ങളുടെയും നിർബന്ധം കൊണ്ട് ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവർ എന്നെ ധ്യാനത്തിന് കൊണ്ടുപോയി. മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിലാണ് കൊണ്ടുപോയി. ഒരാഴ്ച ധ്യാനം കൂടാനായിട്ട് കൊണ്ടുപോയി. കൊണ്ടുപോയി അന്ന് 45 വയസ്സ് പ്രായമുണ്ട്. ഇപ്പോൾ എനിക്ക് 75 ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഒരു പുക വലിക്കത്തില്ല, പിന്നെ മദ്യപാനമില്ല, മറ്റു ദുർശീലങ്ങളൊന്നുമില്ല. ഇങ്ങനെ കഴിഞ്ഞു കുടിക്കേണ്ട ദൈവത്തിൻ്റെ ഒരു ഭയങ്കരമായ ഇടപെടലാണ്. ഇന്നോളം ഈ ആൾക്കാർക്കെല്ലാം അറിയാം ഞാൻ കുടിക്കത്തില്ല, ഞാൻ വലിക്കത്തില്ല. ഇത് വളരെ സ്നേഹപൂർവ്വമായിട്ടാണ് നാട്ടുകാരോട് സഹായിക്കുന്നത്. ഈ ഫ്ലാറ്റിലുള്ള 112 വീട്ടിൽ എല്ലാവർക്കും എന്നോട് ഭയങ്കര കാര്യമാണ്, എല്ലാവർക്കും സ്നേഹമാണ്. എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് കളഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ്, കയ്യെത്താത്ത ദൂരമേ ഉള്ളൂ. അന്ന് നോക്കിയപ്പോൾ ഒരു 3 പ്രായമുള്ളവർ ഈ റാള് വലയെന്ന് പറയും, റാളിനെ പിടിക്കുന്നൊരു വലയാണ്. ആ വലയിട്ട് പിടിച്ചിട്ടിരുന്നപ്പോൾ വള്ളം അങ്ങ് മറിഞ്ഞു. ആ വള്ളം മറിഞ്ഞപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ ആരും അവിടെ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഇറങ്ങിച്ചെന്ന് ആ വള്ളം പിടിച്ച് കയറ്റി നിങ്ങൾ വിഷമിക്കേണ്ട, പ്രായമുള്ളവരാണ്. വെള്ളം പിടിച്ച് കയറ്റി അവരെ ആത്മാർത്ഥമായിട്ട് രക്ഷപ്പെടുത്തി. പിന്നെ ആ വള്ളം തള്ളി കരയ്ക്കൊണ്ടുവന്ന് വെള്ളമെല്ലാം കളഞ്ഞ് ആ വള്ളം തള്ളി പുറത്താക്കി സുരക്ഷിതമായിട്ട് അവരെ വിട്ടു. അവരെ അന്ന് രക്ഷപ്പെടുത്തിയ ശേഷം പിന്നെ അവർ വന്ന് ഒരുപാട് നമ്മളെ കൈ പൂട്ടി നമ്മളെ ഒരുപാട് നമസ്കരിക്കുന്ന രീതിയിൽ അവർ ആത്മാർത്ഥമായിട്ട് വന്ന് സഹായിച്ചതിന് നന്ദി പറഞ്ഞു. ചെറുപ്പം മുതൽ ഇന്നോളം നമ്മൾ ദൈവത്തിനെ വിളിക്കുന്നതിന് മുൻതൂക്കമാണ്. നമ്മൾ വീട്ടിൽ എല്ലാ ദിവസവും സന്ധ്യ ആകുമ്പോഴത്തേക്ക് 6-6:30 ആകുമ്പോഴത്തേക്ക് മെഴുകുതിരി കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്കറിയാവുന്നവർക്ക് പ്രാർത്ഥിക്കും. വലിയ പ്രാർത്ഥന പഠിക്കാൻ അറിയാത്തതുകൊണ്ട് ചെറിയ പ്രാർത്ഥനയൊക്കെ ഉള്ളു, എങ്കിലും എല്ലാ ദിവസവും അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നോളം നമ്മുടെ പൂർവികന്മാർ പഠിപ്പിച്ചതെന്നാണ് നമുക്ക് ദൈവത്തിനെ വിളിക്കണം, ദൈവമാണ് നമുക്ക് എല്ലാത്തിനും ഉടമസ്ഥൻ. അതുകൊണ്ട് ദൈവത്തിനെ നമ്മൾ മുട്ടിപ്പാട്ട് വിളിച്ചാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ രക്ഷപ്പെടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ പോകാതിരിക്കരുതും പിന്നെ ദൈവത്തിനെ വിളിക്കാതിരിക്കരുതും. എന്ത് പ്രശ്നമായാലും ശരി ദൈവത്തിന് മുൻതൂക്കം കൊടുത്തു കൊള്ളണം. ഞായറാഴ്ച കുർബാന മുടങ്ങരുത്. ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ ഒരു മാസം പണിക്ക് പോയാൽ ഒന്നും കിട്ടാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് പൂർവികന്മാർ പറയുന്നത് നമുക്ക് ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ദൈവത്തെ വിളിക്കണം. അവരുടെ ദൈവത്തിനെ എപ്പോഴും നമ്മുടെ കൈത്തട്ടലേ ഇരിക്കണം. അറ്റമില്ലാത്ത സമുദ്രത്തിൽ നിന്ന് തിരിച്ചു വരുന്നവരെയും നമ്മൾ ദൈവത്തിനെ മുട്ടിപ്പായിട്ട് വിളിക്കുകയും ദൈവത്തിനെ
നേരിൽ കണ്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ ദൈവത്തെ വിളിച്ചു പിടിച്ചിരിക്കും. കാരണം മത്സ്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് പറയും, കർത്താവേ ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം. ആ ദൈവം നമ്മൾ പറയും അവിടെ മാറി വലയിട്, നമുക്ക് അത് പറയണക്ക്, നമുക്ക് ബൈബിളിൽ പറയണക്ക് നമുക്ക് അപ്പുറത്തോട്ട് മാറി വലയിടുമ്പോൾ ആ ഒന്നും കിട്ടായിരുന്നാലും നമുക്ക് ഒരുപാട് മത്സ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇന്നോളം നമ്മളെ ദൈവം പട്ടിണി കിടത്തിയിട്ടില്ല. നമ്മൾ വലിയ സാമ്പത്തികമൊന്നുമില്ല, പക്ഷേ എങ്കിലും എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളുണ്ടായിരുന്നു, 2 പേരെയും കെട്ടിച്ചു, 2 ആൺമക്കളുണ്ടായിരുന്നു, അവരെയും കെട്ടിച്ചു. ഈ മത്സ്യബന്ധനം തന്നെ എൻ്റെ തൊഴിൽ. പക്ഷേ എനിക്ക് യാതൊരു സമ്പാദ്യവും ഇന്നുവരെ മിച്ചമില്ല. പക്ഷേ എങ്കിലും ഞാൻ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹത്തിലാണ് ഇനി 71 വയസ്സ് പ്രായമുണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അമ്മയെന്ന് വെച്ചാൽ നമ്മൾ മത്സ്യബന്ധനത്തിന് പോകുന്ന സമയത്ത് അമ്മ പ്രാർത്ഥനയിൽ ഞങ്ങൾ മക്കൾ തിരിച്ചു വരുന്നവരെ പ്രാർത്ഥനയിലും മുഴുകിക്കൊണ്ടിരിക്കത്തുള്ളൂ. കാരണം അങ്ങനെയുള്ള അറ്റമില്ലാത്ത സമുദ്രത്തിലാണ് നമ്മൾ പോകുന്നത്. വലിയ തിരമാലകളുണ്ട്, വലിയ കാറ്റുകളുണ്ട്, വലിയ കോളുകളൊക്കെ വരുന്നുണ്ട്. അന്നുള്ള ചെറിയ മത്സ്യബന്ധന ഉപകരണമാണ് തുഴഞ്ഞു പോകുന്ന വള്ളങ്ങളായിരുന്നു. പരമ്പരാഗത വള്ളങ്ങളും പറയും ഞങ്ങളിവിടെ. ആ പരമ്പരാഗത വള്ളത്തിൽ അതായത് 4 തുഴ വെച്ച് തുഴഞ്ഞു പോകുന്ന വള്ളമായിരുന്നു. അത് കഴിഞ്ഞ് ഔട്ട്ബോർഡ് ഇഞ്ചൻ വന്നു. ആ ഇഞ്ചൻ വെച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ആ വള്ളവും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ ബോട്ടുണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് അമ്മ പറഞ്ഞ് മനസ്സിലാക്കിയ ആ അനുഭവം ഇന്നും എന്നും എപ്പോഴും ഇവിടെയുണ്ട്. അമ്മയുടെ പേര് ജെയിൻ. ആ ജെയിൻ അവരുടെ അമ്മയുടെ പേര് ഗ്ലോറിപ്പീസ് എന്ന് പറയും. ആ ഗ്ലോറിപ്പീസ് ഈ 2 അമ്മമാരും ഈ പടിഞ്ഞാറോട്ട് തീരത്തിനടുത്ത് ഈ കടൽ ക്ഷോഭം നോക്കിയിരിക്കുന്നുണ്ട്. അവരെ എപ്പോഴും നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഈ മക്കൾ കടലുള്ളപ്പോഴാണ് ഈ പ്രാർത്ഥിക്കുന്നത് കൂടുതലും. കാരണം നോക്കി കരഞ്ഞ് പ്രാർത്ഥിക്കും. കാരണം കടലില്ലെങ്കിൽ അവർ അങ്ങനെ അത്ര ശക്തമായിട്ട് പ്രാർത്ഥിക്കത്തില്ല. കാരണം അപ്പം അതുപോലെ തിരിച്ചു വരുമെന്നറിയാം. കടലുള്ള സമയത്ത് അവർ തിരമാല കണ്ടുകൊണ്ട് നിലവിളിച്ച് അവർ പ്രാർത്ഥിക്കും. കാരണം അവർക്കൂടെ വേണ്ടിയാണല്ലോ ഞങ്ങൾ ജോലിക്ക് പോയിരിക്കുന്നത്. ആ ഞങ്ങൾ ജോലിക്ക് പോയി നാളെ തിരിച്ചു വന്നില്ലേ അവർക്ക് പിന്നെ കഞ്ഞി കുടിക്കാൻ മാർഗമില്ലല്ലോ. അതുകൊണ്ട് അവർ കണ്ണീരോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. 51 വയസ്സിന് മുമ്പാണ് ഞാൻ മത്സ്യബന്ധനം തുടങ്ങിയത്. ആ മത്സ്യബന്ധനം തുടങ്ങി എൻ്റെ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം എൻ്റെ ഭാര്യ ആണ് എൻ്റെ എല്ലാം എന്ന് വെച്ചാൽ അവരാണ്. കാരണം നമ്മൾ ജോലിക്ക് കൊണ്ടുവരുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കുകയും കാണുകയും എല്ലാം ചെയ്യുന്നവരാണ്. നമ്മൾ നല്ലൊരു ഭാര്യ എന്ന് പറഞ്ഞാൽ മതി നമുക്ക് കിട്ടിയത്. കാരണം അത്രത്തോളം ഇന്നോളം ഞങ്ങൾ പിണങ്ങാതെയും പിടിക്കാതെയൊക്കെ ഇരുന്ന് ജീവിതം മുന്നിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾ 2 പെൺമക്കളും 2 ആൺമക്കളുമാണ്. ആ ആൺമക്കളെയും 2 പെൺമക്കളെയും ഞാൻ 4 പേരെയും ഇപ്പോൾ അവർ മാരേജ് ചെയ്ത് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഇപ്പോൾ നിലവിൽ വീട്ടിലുള്ളൂ. ഈ അപകടങ്ങളിൽ ഒരുപാട് പറ്റിയ സമയത്ത് ഒരു പ്രാവശ്യം ആൾ പോയെന്നും പറഞ്ഞൊക്കെ ഇരുന്നു. ലാസ്റ്റ് മരിച്ചുപോയി. ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങളുടെ ബോട്ട് ഈ ഹാർബറിൽ കയറുന്നത്. ഹാർബറിനോട് അടുത്ത് വന്നപ്പോൾ ഈ ബോട്ടിൽ ആ ബോട്ട് നാം എന്നുള്ള കാര്യം ബോട്ട് ഓണർക്ക് പോലും അറിയത്തില്ല. കാരണം ആ ബോട്ടിൻ്റെ മേൽഭാഗം എല്ലാം പൊളിഞ്ഞു പോയി. കാറ്റ് കൊണ്ടുപോയി. കാരണം അടുത്ത് അഴിക്കകത്ത് കയറുന്നവരെ ഈ ഹാർബറിൽ കയറുന്നവരെ ഈ ബോട്ട് അറിയില്ല. അപ്പോൾ അന്നത്തെ ദിവസം എല്ലാവരും വിചാരിച്ചു, അമ്മയും കുടുംബങ്ങളും എൻ്റെ കുടുംബത്തുള്ള ആൾക്കാരും എല്ലാവരും വിചാരിച്ചു ആളെല്ലാം പോയി, ബോട്ട് പോയി, ആളും പോയി എന്നും പറഞ്ഞ് ഭയങ്കരമായ നിലവിളിയൊക്കെ ആയിരുന്നു. വന്ന് കണ്ടതിന് ശേഷം 6-6:30 മണിയൊക്കെയാണ് കാണുന്നത് ദേരിൽ കിടന്നത്. അന്നേരമാണ് അവർക്ക് സമാധാനമാകുന്നത്. അപ്പോൾ എല്ലാം പൂർത്തിയായി. ഇവിടെ കരയെല്ലാം അടിച്ചുകൊണ്ട് പോയി. ഒരു 6-6:30 ആകുമ്പോൾ നമ്മൾ എന്ത് ജോലി ഉണ്ടെങ്കിലും ശരിയാണ്. അത് നമ്മൾ മെഴുകുതിരി കത്തിച്ച് നമ്മൾക്ക് അറിയാവുന്നതാണ്. വലിയ കൂടിയ പ്രാർത്ഥനയല്ല, നമുക്കറിയാവുന്ന പ്രാർത്ഥന ദൈവമേ എന്ന് ചൊല്ലി അതിന് ശേഷം മാത്രമേ നമ്മൾ അത്താഴ ഭക്ഷണം കഴിക്കത്തുള്ളൂ. അത്താഴ ഭക്ഷണം കഴിച്ചാൽ ഞാനിന്നോളം ഉറക്കത്തിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ കിടന്നുകൊണ്ടായിരിക്കും ചെറുതായിട്ട് പ്രാർത്ഥിക്കും. കർത്താവേ ഇന്ന് ചെയ്ത ഉപകാരമെല്ലാം നന്ദി എന്നും പറഞ്ഞ് ചെറിയ പ്രാർത്ഥന അന്നൂറും നടത്തിയേ കിടക്കത്തുള്ളൂ. അങ്ങനെയാണ് ഈ നിമിഷം ഈ 71 വയസ്സ് പ്രായം വരെ ഈ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സുനാമി കയറിയപ്പോഴത്തേക്ക് എല്ലാ വീടുകളും അവിടെ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട ഇവിടുത്തെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീട് ഇങ്ങനെ അറ്റമായിരുന്നു. എൻ്റെ ബെല്ല് പൂർണ്ണമായിട്ടും പോയില്ല, എങ്കിലും പൊളിഞ്ഞു, മണ്ണൊക്കെ കയറി. എങ്ങനെ അതൊക്കെ വൃത്തിയാക്കി വീണ്ടും അങ്ങനെ കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സർക്കാർ പറഞ്ഞത് നമ്മൾ ഇവിടുന്ന് മാറിയേ പറ്റൂ. അങ്ങനെ ആദ്യം 1-ാം ഘട്ടത്തിൽ ഒരു 34 വീട്ടുകാരെ എടുത്തു. 2-ാം ഘട്ടം ഞങ്ങൾ പിന്നെ ഒരു 17 വീട് അവിടെ നിക്ഷേപിച്ചു. ആ 17 വീട്ടിൽ പെട്ട ഒരാളാണ് ഞാൻ. അവിടെ ഞങ്ങൾ ശക്തികുളങ്ങര ഹാർബറിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവിധ കാര്യങ്ങളും അവിടെ ഞങ്ങൾക്ക് തൊട്ടടുത്ത് കിട്ടും. കാരണം പള്ളിയടുത്ത്, ഹാർബറടുത്ത്, ജോലിക്ക് പോകാം, എല്ലാം ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന ശേഷം ഒരുപാട് ദുരന്തങ്ങളാണ് അനുഭവിക്കുന്നത്.
കാരണം പള്ളിയിൽ പോകണമെങ്കിൽ ഈ വണ്ടി സ്കൂട്ടറൊക്കെ സൈക്കിളില്ലാത്തവർക്ക് ഡെയിലി ഭാര്യയും ഭർത്താവിന് 200 രൂപ വേണം. 200 രൂപ ഡെയിലി ചിലവാകും. ആ 200 രൂപ ഇല്ലാത്തവർ പള്ളിയിൽ പോകാത്തവരുണ്ട് ഒരുപാട്. എനിക്ക് പിന്നെ നമ്മുടെ ഇത് അറിഞ്ഞ നമ്മുടെ മക്കൾ ഒരു പഴയ സ്കൂട്ടർ തന്നു. ആ വണ്ടി ഇട്ടിന് വേണ്ടി ഡെയിലി 200 രൂപ ലാഭമുണ്ട്. അതായത് പള്ളിയിലുള്ള മറ്റ് ചടങ്ങുകളോ കല്യാണങ്ങളോ അത് ബന്ധുക്കളുടെ ആവശ്യങ്ങളോ പിന്നെ അവരുടെ കർമ്മങ്ങളോ പൂജാകർമ്മങ്ങളോ മരിച്ചവരുടെ പൂജയ്ക്കൊക്കെ പോകണമെങ്കിൽ 200 രൂപ ചിലവാണ്. ഈ വണ്ടി മക്കൾ തന്നതിൻ്റെ പേരിൽ ഒരു മരുമകനാണ് തന്നത്. ആ മരുമകൻ തന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഡെയിലി 200 രൂപ ലാഭമുണ്ട് ഓരോ ഞായറാഴ്ചയും. ഞാൻ ഇപ്പോഴും ഈ 71 വയസ്സായെങ്കിൽ ഇപ്പോൾ ഇന്നും പണിക്ക് പോയിട്ട് വന്ന് കാപ്പി കുടിച്ചുകൊണ്ടാണ് ഇതിൻ്റെ മുമ്പിലിരിക്കുന്നത്, ക്യാമറയുടെ മുമ്പിലിരിക്കുന്നത്. ആ ഒരുപാട് ദൈവത്തിനോട് ഒരുപാട് നന്ദി ദൈവത്തിന് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1000 നന്ദി ദൈവത്തിന് പറഞ്ഞാലും തീരാത്ത കാര്യങ്ങൾ ദൈവം നമ്മളുടെ അനുഭവത്തിലുണ്ട്. പ്രായത്തിന്റെ വിഷമതകളുണ്ടെങ്കിലും ഇന്നും മത്സ്യത്തൊഴിലാളിയായി അലക്സാണ്ടർ മുൻനിരയിൽ തന്നെയുണ്ട്.